ഹോംമേക്ക് ഡാഡി എന്ന ഈ കൊച്ചു യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹോംമേക്ക് ഡാഡി മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഡേവിഷനുണ്ട്, പിന്നെ ഒരു വൈഫുണ്ട്. അപ്പം നമ്മൾ 3 പേര് പറയുന്ന ഒരു കൊച്ചു കുടുംബം. അപ്പം ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, യാത്രകൾ, പിന്നെ കുക്കിംഗ്, അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ യാത്രയിലോട്ട് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. സോ വെൽക്കം ടു ഹോംമേക്ക് ഡാഡി. രാവിലെ തന്നെ എണീക്കാൻ ലേറ്റായി. പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഒരു ബ്രെഡും ടോസ്റ്റ് ചെയ്ത് നേരെ ബാൽക്കണിയിലോട്ട് പോയി. അവിടെ പോയി ഒരു 5 മിനിറ്റ് ഇരുന്നു. അതെല്ലാ ദിവസവും ഒരു ശീലമാണ്. എല്ലാവരും രാവിലെ വളരെ തിരക്കിലാണ്. ഓഫീസിലോട്ടുള്ള യാത്രയും കാര്യങ്ങളും, രാവിലത്തെ ഓരോരോ തിരക്കുകൾ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മനുഷ്യൻ എന്തൊക്കെ പെടാപ്പാടുകളാണ് പെടുന്നതല്ലേ. അങ്ങനെ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഞാനവിടെ അങ്ങിരുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും ജീവിച്ചൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിച്ച ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ആശാന് പതിവ് കലാപരിപാടികൾ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ പിള്ളേർക്കെല്ലാം ദിനോസറുകളെ ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ താമസിക്കുന്നത് US ടെക്സസ് എന്ന് പറയുന്ന US തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റിലാണ്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഡേവിസിനെ തൊട്ടടുത്തുള്ള പാർക്കിൽ കൊണ്ടുപോകണം. അവൻ 2 ദിവസമായിട്ട് പറയുന്നതാണ്. 2 ദിവസമായിട്ട് അവനെ പാർക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവനും ഇവിടെ ഇരുന്ന് ബോറടിയല്ലേ. പാർക്ക് വലിയ ദൂരമൊന്നുമല്ല, നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. അപ്പം പാർക്കിലോട്ട് ചെന്നു. പാർക്കിൽ ചെന്നപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പൊന്നല് കണ്ട എലിയെ കണക്ക് ഡേവിസിനതൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം സുന്ദരമായിട്ടുള്ളൊരു പാർക്കാണ്. പാർക്കായിട്ട് പേവ്ഡ് ആയിട്ടുള്ള പാത്വേസ് ഉണ്ട്. ഒരു ചെറിയ ലേക്കുണ്ട്. ആ ലേക്കിൽ ആളുകൾ വരും, ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കേട്ടാൽ നമുക്ക് അവിടെ ഇരിക്കുക. പിന്നെ നല്ലൊരു ഈവനിങ്, നല്ലൊരു വൈബ്, അത്യാവശ്യം നല്ല വൈബുള്ളൊരു സ്ഥലം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും വൈകുന്നേരം ഒരു 4 മണി 5 മണി അല്ലെ 6 മണി സമയമാണെന്ന്. അല്ല, ഇതിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 8:30 9 മണി ആകാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ലേറ്റായിട്ടാണ് രാത്രിയാകുന്നത്. അങ്ങനെ വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഒരു സുന്ദരമായൊരു ദിവസം അവസാനിച്ചു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പം ശുഭം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.